പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ ഒരു യുവാവിനെ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഡാൻസ് ഓഫ് ടീം പിടികൂടിയിരിക്കുകയാണ്. അതും രാസലഹരിയായ MDMA കൈവശം വെച്ചതിനാണ്. ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം കൊല്ലത്തെത്തുകയും പിന്നീട് ബസ്സിൽ കയറി ഈ MDMA സ്ഥിരമായി ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാളാണ്. ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഡാൻസ് ഓഫ് ടീം ഇന്ന് പിടികൂടിയത്. നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി, അതായത് രാസലഹരി, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ സജീവമാവുകയാണ്. ഇതിന് അടിമപ്പെടുകയാണ് നമ്മുടെ ഇന്നത്തെ യുവതലമുറ. അതിനുശേഷം ഈ യുവതലമുറ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ്. പല ആക്രമണ സ്വഭാവ രീതികളും അല്ലെങ്കിൽ ക്രിമിനൽ രീതികളിലൊക്കെ ഇവർ മാറുകയാണ്. മാത്രവുമല്ല, പലപ്പോഴും ഭ്രാന്തന്മാരും ഭ്രാന്തികളെയും പോലെയൊക്കെ പെരുമാറുന്ന ഒരു രീതിയിലേക്ക് ഈ രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് യുവതലമുറ മാറിപ്പോവുകയാണ്. ഇവരെ പോലെയുള്ള പലരുമാണ് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയുള്ള രാസലഹരികളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: MDMAയുമായി യുവാവിനെ കൊട്ടാരക്കര ഡാൻസ് ഓഫ് ടീം കടക്കൽ ഐരക്കുഴിയിൽ വെച്ച് പിടികൂടി. ബാംഗ്ലൂരിൽ നിന്ന് MDMAയുമായി കടക്കൽ കാഞ്ഞിരത്ത് മൂട്ടിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അജൂഷ് അശോകൻ പോലീസിൻ്റെ പിടിയിലാകുന്നത്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവിൽ നിന്ന് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിൽ കൊല്ലത്ത് എത്തിക്കുകയും അവിടെ നിന്ന് ബസ്സിൽ വീട്ടിൽ എത്തിക്കുകയുമാണ് പതിവ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. മാത്രവുമല്ല, നമ്മുടെ യുവതലമുറയെ കാർന്ന് തിന്നുന്ന ഇതുപോലെയുള്ള രാസലഹരിയുമായി എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കൈവശം വെക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ, അവരെക്കുറിച്ച് ഏതെങ്കിലും അറിവ് നിങ്ങൾക്ക് ലഭ്യമായി എങ്കിൽ നിങ്ങൾ ആ വിവരം ഡാൻസ് ഓഫ് ടീമിനെയോ പോലീസിനെയോ എക്സൈസിനെയോ ഒക്കെ അറിയിക്കണം എന്ന് കൂടി അറിയിക്കുകയാണ്.